ഹലോ, ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് ഒരു പണി കിട്ടിയതാണിത്. ഇത് ഓയിലിന്റെ ഡ്രമ്മാണ്. അപ്പൊ അത് ഒരു 3-4-5 വാങ്ങിയിട്ട് അത് 2 മാവും തൈകളുണ്ട്, ഒരു സപ്പോട്ടയുണ്ട്, പിന്നെ ഒരു ചാമ്പയുണ്ട്. അതൊക്കെ ഒന്ന് നടാന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയ്ക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. അത് മുകളിലാണ് വെക്കണത്. താഴെ സ്ഥലം കുറവാണ്, പിന്നെ വെയില് കിട്ടില്ല. അപ്പോൾ ടെറസിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണിത്. അയ്യോ, എളുപ്പല്ല. ഇതിലാണെങ്കിൽ ഇത് ഞങ്ങളുടെ വേപ്പുമരാണ് കേട്ടാ. നല്ല മഴക്കാര്, ഇത് ചെയ്തു തുടങ്ങിയപ്പോ നല്ല മഴക്കാര് വന്നു. ഇത് ഞങ്ങളുടെ ഒരു വലിയ വേപ്പുമരാണ്. ഇത് 2-3 ഇതുമാതിരി കട്ട് ചെയ്ത് സെറ്റാക്കാണ്. ചേട്ടനാണ് കട്ട് ചെയ്ത് തന്നത്. ആളന്നെയാണ് ഒരുവിധമൊക്കെ ചെയ്തത്. മണ്ണ് മേലേക്ക് കയറ്റി തന്നതും അവിടുന്ന് അങ്ങോട്ട് പകുതിക്കുന്നാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് തന്നെയൊന്നും കൂട്ടിയേ പറ്റില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാ. കാണുന്ന പോലെ അത്ര എളുപ്പമില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. ഇത് വാഷ് ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായി. കാരണം ഓയിലിന്റെ പാത്രമായ കാരണേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അതിന്റെ ഇടയിൽ ജൂണോനെ വിട്ടിട്ടുണ്ടായിരുന്നു. ജൂണോ ഇങ്ങനെ അടുത്ത് വന്ന് അവന് ഈ വെയിലായ കാരണേ ഭയങ്കര ചൂടാ, ഭയങ്കര കതപ്പ്. അപ്പൊ അതിനെങ്ങനെ വിട്ടുകൊടുക്കായിരുന്നു. ഇതാണ്. ഞാനപ്പോ കുറച്ച് വെള്ളം ചൂടാക്കി, വെള്ളം നന്നായി തിളപ്പിച്ച് അതില് സോപ്പ് പൊടി, വിനാഗിരി, പിന്നെ ഉപ്പ്, പിന്നെ ചെറുനാരങ്ങയുടെ ഒരു ചെറുനാരങ്ങ ഒക്കെ പിഴിഞ്ഞൊഴിച്ച് പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടേ. ഓയില് പോവാൻ എളുപ്പമല്ല. അപ്പൊ ഉള്ളു മാത്രം അത്യാവശ്യത്തിന് ഒന്ന് കഴുകി, നല്ല രീതിയിൽ കഴുകി, എന്നിട്ട് അങ്ങടെ അതില് മാറ്റി വെച്ചു. അങ്ങനെ 2-3 അന്ന് വൃത്തിയാക്കിയുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ ആവാന്ന് വിചാരിച്ചിട്ട് വെച്ചു. 2-3 അങ്ങനെ കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് വെച്ചു. 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ടായിട്ട് കഴുകണത്. ഓയിലായ കാരണം പോവാൻ എളുപ്പേ അല്ല. അത് എന്നിട്ട് ഡ്രമ്മതേ മേലേക്ക് കൊണ്ടുപോകണം. ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോകണം. എല്ലാം ടോപ്പിലേക്ക് ഇങ്ങനെ കയറ്റണം. ഇത് ഞാന് മുന്നേ ഇതുമാതിരി 2 നട്ടതാണ്. ഇത് തായ്ലൻഡ് പേരയാണ്. അപ്പൊ അത് ഒരു കൊല്ലം മുന്നേ നട്ടിട്ടുള്ളതായിരുന്നു. അപ്പൊ പേരയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മള് നട്ട ഒരു സാധനത്തുമ്മേ, ഒരു ചെടിയുമ്മേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാന് ഒരു പ്രത്യേക, കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷാണ്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചേ. പക്ഷെ ഇത് പിന്നെയും മേലേക്ക് ഇങ്ങനെ മണ്ണൊക്കെ കയറ്റണം. പകുതി വരയ്ക്ക് ഇതാ ചേട്ടൻ കയറ്റി കൊണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ഇങ്ങനെ പതുക്കെ ഒരേ പാട്ടങ്ങനെ കൊണ്ട് വരുന്നുണ്ട്. മണ്ണൊക്കെ കുറച്ചൊക്കെ കൊടുന്ന് ഇട്ടു. കുറച്ച് കൊണ്ടുവന്നവൾക്ക് മതിയായി, വയ്യാണ്ടായി, കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് അതില് ഇതിപ്പോ ഞാന് വെർമി കമ്പോസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റും ഉണ്ട്. പിന്നെ 2 കിലോ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ 2 കിലോ ചകിരി കമ്പോസ്റ്റും വാങ്ങി. പിന്നെ അതിന്റെ മുകളിൽ കിടക്കണ ബ്ലാക്ക് കളറ് ഇവിടെ ഈ മാവിന്റെ ഇല വീണിട്ട് ഇങ്ങനെ കുതിർന്ന് കരിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ടെറസിൽ തന്നെ. അപ്പൊ അതൊക്കെ അതിലേക്ക് അങ്ങ് എടുത്തിട്ടതാണ്.
പിന്നെ കുറച്ച് ചായല ചണ്ടി കിട്ടിണ്ടായിരുന്നു. അതാണ് അപ്പുറത്തെ ആ ഒരു ഡമ്മി പോലത്തെ എടുക്കണത്. അത് വെയിലത്ത് വെച്ചേക്കായിരുന്നു. അതും ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് സെറ്റാക്കി. പിന്നെ ഒരു കിലോ, 1/2 കിലോ എല്ലുപൊടിയും പിന്നെ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും ചേർക്കണുണ്ട് ഇതിലേക്ക്. ഇത് എല്ലുപൊടിയാണ് ചേർക്കണത്. പിന്നെ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അരച്ചാക്ക് കഷ്ടിയുള്ളൂ ചാണകപ്പൊടി ഇരുന്നിരുന്നു. അപ്പൊ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചായലച്ചണ്ടീനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെണ്ണീര് ചാരവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നത്തെ പണിയാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അതിങ്ങനെ കൂട്ടി ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാ. എല്ലാം നന്നായി മിക്സ് ആവണ്ടേ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കൊത്തി ഒരു വിധമൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ലാത്ത ഇങ്ങനെ കുത്തി മിക്സ് ആക്കാൻ. ചെയ്യും കാണുമ്പോ നമുക്ക് നല്ല എളുപ്പം തോന്നും, പക്ഷെ ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേ ഡ്രമ്മ് മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം മെറ്റല് അടിയില് ഇങ്ങനെ ഒരു ഇങ്ങനെ വേരൊന്നും അങ്ങനെ പോവാണ്ടിരിക്കാൻ മെറ്റല് ഇട്ട് കൊടുക്കുക. മെറ്റല് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മാവിന്റെ എല്ലാം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഒരു മാവുണ്ട് ഒരു മാങ്ങ പോലും ഉണ്ടാവില്ല. കൊറേ പൂത്തിട്ട് മൊത്തം പോകും. ആ മാവിന്റെ ഇല മാത്രം ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇല ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്ന് ഇല അതിലേക്ക് കുറച്ച് ഇടുകയാണ്. അത് കഴിഞ്ഞ് അതിന്റെ മുകളില് ഈ മണ്ണും മിക്സും കൂടിയിട്ടുള്ളത് ഇട്ടിട്ട് പ്ലാന്റ് ആദ്യം ഒരു മാവും തൈ ആണ് വെച്ചത്. മാവും തൈ കിട്ടിയിട്ട് കുറെ നാളായി. ഞാൻ ചെറിയ ഒരു ചട്ടിയിൽ വെച്ചിരിക്കായിരുന്നു. അത് കൃഷിഭവന്റെ 2 കിട്ടിയിട്ടാ. അപ്പൊ അത് ചെറിയ തൈക്കളായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് ചെറിയ ചട്ടിയിലാക്കിയിട്ട് താഴെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു. അപ്പൊ അത് ഇനിയിപ്പൊ ഇങ്ങോട്ട് ഒന്നും വെച്ച് നോക്കട്ടെ. നല്ല അത് അധികം വെയിലില്ലാത്തോടത്ത വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ ഈ വെയിലത്തേക്ക് ഇങ്ങനെ മാറ്റുമ്പോ ഇനിയിപ്പോ എന്താണാവോ ഉണ്ടാവുക. അപ്പൊ ബഡ് ചെയ്ത ഭാഗം മുകളിലേക്ക് ഇരിക്കണം. അപ്പൊ ബഡ് ചെയ്ത ഭാഗത്തിന്റെ താഴെയായിട്ട് നമ്മൾ മണ്ണ് നിറയ്ക്കാൻ പാടില്ല. ഇതാണ് മാവും തൈ. ഇത് പ്രിയൂര് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഉള്ളത് അൽഫോൺസ. അപ്പൊ അങ്ങനെ 2 മാവും തൈയും പിന്നെ ഞാനൊരു സപ്പോട്ട തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോട്ട തൈ കുറച്ച് വലിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ. അങ്ങനെ 3 എണ്ണം ആണ് നടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ പിന്നെ നോക്കുമ്പോ ചാമ്പ അവിടെ ഉണ്ട്. അപ്പൊ ചാമ്പ നടാൻ വേണ്ടി ഈ പാത്രം കഴുകി ഉണ്ടാക്കാൻ എളുപ്പമല്ലാത്ത കാരണം ഞാൻ 3 ആകെ കഴുകിയുള്ളൂ. അപ്പൊ ചാമ്പ വെക്കാനില്ല. ഇത് ഞാൻ സപ്പോട്ട വെക്കാണ്. സപ്പോട്ട അത്യാവശ്യത്തിന് നല്ല ഒരു വലുതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതും വെച്ചു. അങ്ങനെ ചാമ്പേന എന്നിട്ട് വേറൊരു ഇതിനെക്കാട്ടിലും ചെറിയൊരു വലിയ ഡ്രം തന്നെ അതിലും അങ്ങനെ ആക്കി വെച്ചു. ചാമ്പ ചാമ്പയാണ് അത്, പക്ഷെ ചെറിയ തയ്യാ. മേലെ വരെ മണ്ണിട്ട് കൊടുത്തു. കാരണം ചപ്പ് ഇങ്ങനെ മാവിന്റെ ഇലയൊക്കെ ഇട്ട കാരണം അത് കുറച്ച് താഴും. കുറച്ച് കഴിഞ്ഞൊരു 1/4 ഭാഗമെങ്കിലും താഴും. അപ്പൊ അത് കാരണം ഫുള്ള് ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തു. പിന്നെ അതിന്റെ മേലെ കുറച്ച് ഇലകളും കൂടി ഉണങ്ങിയ ഇല, മാവിന്റെ തന്നെ ഇല വെച്ചു കൊടുത്തു. കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പൊ തണുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഈ പോത്തിയിടുക എന്നൊക്കെ പറയും. അപ്പൊ അതേമാതിരി കുറച്ചെല്ലാം അവിടെ തണുപ്പിന് നിന്നോട്ടെ വെച്ചിട്ട് അതുകൂടി അങ്ങനെ ഇട്ട് കൊടുത്തു. അതേമാതിരി നട്ടുവെച്ചു. കൊറേ നേരത്തെ ഒരു പ്രയത്നത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത്. ചാമ്പത ഇങ്ങനെ ഒരു ഇതിലാണ് നട്ടിരിക്കുന്നത്. ഞാൻ വലിയ ഡ്രമ്മിൽ തന്നെ വെക്കാന്നുള്ള ഉദ്ദേശത്തില് ഇപ്പൊ ഒരു കുഞ്ഞ് ചട്ടിയില് ആക്കിയിട്ട് വെച്ചിട്ട് പിന്നെ അത് മാറ്റാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞിപ്പോ അത് മാറ്റാൻ നിക്കണ്ട, ഇതില് വെക്ക് എന്നും പറഞ്ഞ് അപ്പൊ അതില് വെച്ചു. നിങ്ങക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ആരും മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.